കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ നിർവീര്യമാക്കിയത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുക എന്നതാണ് പ്രധാനമായും ആകാശിന്റെ ചുമതല. ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഇടത്തരം റേഞ്ചിലുള്ള മിസൈൽ സംവിധാനമാണ് ആകാശ്. ഡ്രോണുകൾ, മിസൈലുകൾ, ഹെലികോപ്റ്ററുകൾ, യുഎസിന്റെ F-16 പോലുള്ള യുദ്ധവിമാനങ്ങൾ എന്നിവയെ വരെ തടുക്കാൻ പാകത്തിലാണ് ആകാശിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ അൺമാൻ ഏരിയൽ സിസ്റ്റം ഗ്രിഡ്, റഷ്യൻ നിർമ്മിത S-400 വ്യോമവേദ ആയുധങ്ങൾ എന്നിവയ്ക്കൊപ്പമാണ് ആകാശിന്റെ പ്രവർത്തനം. ഈ ഹ്രസ്വദൂര മിസൈൽ സംവിധാനം ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ, ക്രൂസ് മിസൈലുകൾ, ആകാശത്ത് നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയവയെ തകർക്കാൻ ആകാശിന് ശേഷിയുണ്ട്. 20 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യം ഇതിന് തകർക്കാനാകും. ഒരേ സമയം ശത്രുവിന്റെ 64 ആക്രമണങ്ങളെ വരെ നിരീക്ഷിക്കും. ഇതിലെ ഓരോ ലോഞ്ചറും 3 മിസൈലുകൾ വഹിക്കും. ഓരോന്നിനും 20 അടി നീളം, 710 കിലോ ഭാരം, 60 കിലോ പോർമുനയും വഹിക്കാനാകും. പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനമാണിത്. വിവരങ്ങൾ നിരീക്ഷിക്കാനും അതിവേഗത്തിൽ ശത്രുവിനെ തിരിച്ചറിയാനും നിർവീര്യമാക്കാനുമുള്ള ശേഷി ആകാശിനുണ്ട്. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലും മറ്റും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ളതാണ് അത്യാധുനിക സവിശേഷതകളടങ്ങിയ ആകാശ്. റിയൽ ടൈം മൾട്ടി സെൻസർ ഡേറ്റ പ്രോസസ്സിംഗ് സംവിധാനത്തിലൂടെ ഭീഷണികൾ വിലയിരുത്തി ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള കഴിവ് ആകാശിനുണ്ട്. ലക്ഷ്യങ്ങൾ പുനർനിർണയിക്കാനുമാകും എന്നതാണ് മറ്റൊരു സവിശേഷത. ഗ്രൂപ്പ്, ഓട്ടോണമസ് എന്നീ മോഡുകളിൽ പ്രവർത്തിക്കാനും കഴിയും. ഏഷ്യൻ രാജ്യമായ അർമേനിയയുമായി ഇന്ത്യ ഏർപ്പെട്ട പ്രതിരോധ കരാറിൽ ഇത്തരത്തിൽ മികച്ച മിസൈൽ സംവിധാനമായ ആകാശ് 1S മിസൈൽ കൈമാറുന്നുണ്ട്. 2024 നവംബറിൽ ആദ്യ ബാച്ച് ആകാശ് മിസൈൽ ഇന്ത്യ കൈമാറിക്കഴിഞ്ഞു. ആകാശ് മിസൈൽ സംവിധാനം വാങ്ങുന്ന ആദ്യ വിദേശ രാജ്യമായി 2022 അർമേനിയ മാറിയത്. ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയ ഫിലിപ്പൈൻസ് ആണ് മുൻപ് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയ ആദ്യ രാജ്യം. യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ആക്രമണങ്ങളെ ഭദ്രമായി ചെറുക്കുന്ന പുതിയ പതിപ്പാണ് ആകാശ് 1A. 30 കിലോമീറ്റർ വരെ ദൂരത്തുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ഇതിനെത്താനാകും. പരമാവധി 720 കിലോയാണ് ഭാരം. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ആകാശ് മിസൈലുകളിൽ നിന്നും നേരിയ വ്യത്യാസം അർമേനിയൻ പതിപ്പിനുണ്ടാകും. ഒരൊറ്റ തവണ 4 ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തകർക്കാൻ ആകാശ് 1Aക്ക് കഴിയും. 1.5 പതിറ്റാണ്ട് മുൻപ് പ്രഹ്ലാദ രാമറാവു എന്ന DRDO ശാസ്ത്രജ്ഞനാണ് ആകാശ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. മുഴുവൻ ആകാശവും നമ്മുടേതാണ് എന്നാണ് മിസൈൽ വികസിപ്പിച്ച ശേഷം സഹപ്രവർത്തകരോടായി അദ്ദേഹം പറഞ്ഞത്. വർഷങ്ങൾക്കിപ്പുറം രാജ്യത്തെ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും കാത്തുരക്ഷിച്ചിരിക്കുകയാണ് രാമറാവുവിന്റെ ആകാശ് എന്ന കുട്ടി. ഇന്ത്യയെ ലക്ഷ്യമിട്ടെത്തിയ പാക് യുദ്ധവിമാനത്തെ നിഷ്പ്രഭമാക്കിയ ആകാശത്തോളം പോന്ന കരുത്താണ് ആകാശ് ആന്റി മിസൈലിനുള്ളത്. പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾക്ക് പ്രഹരമേൽപ്പിക്കാനായതിൽ, സ്വന്തം ജനങ്ങളുടെ പ്രാണൻ കാക്കാനായതിൽ സന്തോഷിക്കുകയാണ് 78-കാരനായ രാമറാവു ഇന്ന്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണിത്. എൻ്റെ കുഞ്ഞതിൻ്റെ ജോലി കൃത്യതയോടെ മനോഹരമായി പൂർത്തിയാക്കി. അതിർത്തി കടക്കാൻ ശ്രമിച്ച ശത്രുവിനെ വീഴ്ത്തിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. 15 വർഷങ്ങൾക്ക് മുൻപ് താൻ വികസിപ്പിച്ചെടുത്ത ആകാശ് പ്രതീക്ഷയുടെ ആകാശങ്ങളെയും ഭേദിച്ചതിൽ രാമറാവു ആഹ്ലാദം മറച്ചുവെച്ചില്ല. ഡ്രോണുകളെയും മിസൈലുകളെയും ഹെലികോപ്റ്ററുകളെയും എന്തിന് യുഎസിന്റെ F-16 പോലുള്ള യുദ്ധവിമാനങ്ങളെ വരെ ചേർക്കാൻ പാകത്തിലാണ് താനും സംഘവും ആകാശിനെ രൂപപ്പെടുത്തിയതെന്നും, എന്നാൽ തുടക്കത്തിൽ ആകാശിനെ ഉൾക്കൊള്ളാൻ ആരും തയ്യാറായിരുന്നില്ലെന്നും അദ്ദേഹം ഓർത്തെടുത്തു. എന്നാൽ ആ സംശയങ്ങളെല്ലാം അസ്ഥാനത്താക്കിയാണ് നിലവിൽ ആകാശ് രാജ്യത്തെ കാത്തുനിന്ന് പറയുമ്പോൾ രാമറാവുവിന്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.